തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയോഗിച്ചതിനെതിരെ ഹർജി. സർക്കാർ ശമ്പളം വാങ്ങുന്നയാൾ ബോർഡംഗമായത് ചട്ടവിരുദ്ധമാണെന്ന് കാട്ടി കാർഷിക ഉൽപാദന കമ്മീഷണർ ബി അശോകാണ് ഹർജി നൽകിയത്. അശോകിന്റെ വാദം ജയകുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും തള്ളി. സർക്കാരിനെതിരെ പോര് തുടരുന്ന ബി അശോക് അടുത്ത പോർമുഖം തുറന്നത് ദേവസ്വം ബോർഡിൽ. IMG ഡയറക്ടർ പദവിയിലിരിക്കുന്ന കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത് ദേവസ്വം ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ അയോഗ്യനാക്കണമെന്നാണ് ആവശ്യം. ഞാൻ പറയുന്നത് വലിയ അപാകതയാണ്. കാരണം ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാ വരും. കാരണം ഗവൺമെന്റ് സർവന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ വാക്കാലോ അല്ലാതെയുള്ള ഒരു നിർദ്ദേശത്തെ ലംഘിക്കാൻ സാധിക്കില്ല. ഗവൺമെന്റ് ശബരിമലയിൽ ഇന്നിപ്പോ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവർണൻസ് അഥവാ IMGയിൽ നിന്ന് ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിലും ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളമോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നില്ലെന്ന് കെ ജയകുമാർ വ്യക്തമാക്കി. തടസ്സമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വരട്ടെ, ഏതായാലും നിയമപ്രശ്നമായിരിക്കില്ലേ അത്. അവിടെ വെച്ച് കാണാം. നമുക്ക് ഗവൺമെന്റാണ് ഇതിന് ഉത്തരം പറയേണ്ടത്, ഞാനല്ല. ബി അശോകിനെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി തന്നെ കെ ജയകുമാറിന് സംരക്ഷണം ഒരുക്കി. ഇദ്ദേഹവും ബോർഡ് അംഗങ്ങളും തമ്മിൽ എന്തോ അസ്വാരസ്യമുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല. അദ്ദേഹത്തെ ബോർഡ് അംഗങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അംഗീകരിക്കുകയാണ്. എല്ലാവരും അംഗീകരിക്കുന്നൊരു മനുഷ്യനാണല്ലോ ജയകുമാർ. നമുക്കെല്ലാവർക്കും അറിയാലോ. അദ്ദേഹം പൊതുവെ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളാണല്ലോ. ബി അശോകിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കെ ജയകുമാറിനും സംസ്ഥാന സർക്കാരിനും ദേവസ്വം സെക്രട്ടറിക്കും നോട്ടീസ് അയച്ചു. ജനുവരി 15 കോടതിയിൽ ഹാജരാകാനാണ് നോട്ടീസ്. മീഡിയ 1 തിരുവനന്തപുരം.